ശബ്ദമാക്കല്ലേ? യെസ്, നമ്മൾ മെക്കാനിസംസ് പറയുന്നത് മെക്കാനിസംസ് ഓഫ് സോൾഡ് മിക്സിംഗ് നമ്മൾ പറഞ്ഞായിരുന്നു. അതിന് ശേഷം വരുന്നതാണ് മെക്കാനിസം ഓഫ് ലിക്വിഡ് മിക്സിംഗ്. ഓക്കെ, മെക്കാനിസം ഓഫ് ഇതിൽ വരുന്നത് 4 ടൈപ്പാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ബൾക്ക് ട്രാൻസ്പോർട്ട്. Second one, turbulent mixing. മൂന്നാമത്തത് laminar mixing. Fourth one is molecular diffusion. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് മിക്സിങ്ങിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. മെക്കാനിസം ഓഫ് മിക്സിങ്. ഓക്കെ, മെക്കാനിസം ഓഫ് ലിക്വിഡ് മിക്സിങ്, ബൾക്ക് ട്രാൻസ്പോർട്ട്, ടർബുലൻറ്റ് മിക്സിങ്, അല്ലെങ്കിൽ ടർബുലൻറ്റ് മിക്സിങ്, ദെൻ ലാമിനാർ മിക്സിങ്, ദെൻ മോളിക്കുലാർ ഡിഫ്യൂഷൻ. ഓക്കെ, ഇതിൽ ബൾക്ക് ട്രാൻസ്പോർട്ട്, ഫസ്റ്റ് വൺ. ബൾക്ക് ട്രാൻസ്പോർട്ട് പറയുമ്പോൾ ഒരു തരം കൈൻഡ് ഓഫ് മൂവ്മെൻ്റ് ഓഫ് ലാർജ് പോർഷൻ ഓഫ് എ മെറ്റീരിയൽ ഫ്രം വൺ ലൊക്കേഷൻ ടു അനദർ ലൊക്കേഷൻ ഇൻ എ ഗിവൺ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് മെയിനായിട്ട് റൊട്ടേറ്റിംഗ് ബ്ലേഡ്സ്, പാഡിൽസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അതായത് ഒരു ലാർജ് പോർഷൻ ഓഫ് ലിക്വിഡ്. ഓക്കെ, ആ സംഭവം ഒരു ഏരിയയിൽ നിന്ന്, ഇപ്പോൾ ഈ ഏരിയയിൽ നിന്ന് ഈ ഏരിയയിലോട്ട് മൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഏരിയയിൽ നിന്ന് ഈ ഏരിയയിലോട്ട് മൂവ് ചെയ്യുക. അപ്പോൾ ആ രീതിയിൽ ബൾക്കായിട്ട് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ലിക്വിഡ് മെറ്റീരിയൽ ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്, അല്ലെങ്കിൽ ആ പ്ലേസിൽ നിന്ന് തിരിച്ച് ഈ പ്ലേസിലോട്ട് വരിക. ഓക്കെ, ആ രീതിയിലാണ് ബൾക്ക് ട്രാൻസ്പോർട്ട് എന്നുള്ള ഒരു മെക്കാനിസം നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ പല രീതിയിലുള്ള മിക്സിംഗ് ഡിവൈസസ് ഉപയോഗിക്കും. മിക്സിംഗ് ഡിവൈസ് എന്ന് പറയുമ്പോൾ അതിൽ കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ ഈ പാഡിൽസ്, അതേപോലെ ബ്ലേഡ്സ്, ഇത്തരത്തിലുള്ള മിക്സിംഗ് ഡിവൈസ് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നോർമലി നമ്മൾ ഈ സ്റ്റിയർ ചെയ്യുന്ന സാധനങ്ങൾ, സ്പൂണ്, സ്റ്റിറർ, ഇതൊക്കെ ഈ പാഡിലേക്ക് സംഭവം തന്നെയാണ്. ബ്ലേഡ്സൊക്കെ അതിൽ കുറേ അറ്റാച്ച്മെൻറ്റ്സും കുറേ ലീഫുകളൊക്കെ വരും. അപ്പോൾ അതാണ് ബ്ലേഡ്സ് എന്ന് പറയാൻ കാരണം. അപ്പോൾ പാഡിൽസ്, അതേപോലെ ബ്ലേഡ്സ്, ഇങ്ങനത്തെ ഡിവൈസസ്, റൊട്ടേറ്റിംഗ് ബ്ലേഡ്സൊക്കെ വെച്ചിട്ടാണ് നമുക്ക് ഈ ബൾക്ക് ട്രാൻസ്പോർട്ട് എന്നുള്ള ആ ഒരു മെക്കാനിസം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബൾക്ക് ട്രാൻസ്പോർട്ട്. അടുത്തതായിട്ട് പറയുന്നത് ടർബുലൻറ്റ് മിക്സിങ്. നെക്സ്റ്റ് വൺ ഈസ് ടർബുലൻറ്റ് മിക്സിങ്. ഇപ്പോൾ ടർബുലൻറ്റ് മിക്സിങ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് വൺ. ടർബുലൻറ്റ് മിക്സിങ് എന്ന് പറയുമ്പോൾ ഒരു ടർബുലൻറ്റ് ഫ്ലോ ആണ് അവിടെ വരുന്നത്. ഡ്യൂ ടു ടർബുലൻറ്റ് ഫ്ലോ വിൽ ഹെൽപ്സ്. അതാണ് ടർബുലൻറ്റ് ഫ്ലോ ആണ് ഹെൽപ്പ് ചെയ്യുന്നത് ടു
മിക്സ് ലിക്വിഡ് മിക്സിങ്. ഓക്കെ, അതാണ് വരുന്നത്. അപ്പോൾ അവിടെ ഒരു റാൻഡം ആയിട്ടുള്ള അത് ടർബുലന്റ് ഫ്ലോ റിസൾട്ട്സ് ഇൻ എ റാൻഡം ഫ്ലക്ച്വേഷൻ ഓഫ് ഫ്ലൂയിഡ് വെലോസിറ്റി. ഓക്കെ, റാൻഡം ഫ്ലക്ച്വേഷൻ ഓഫ് ദി ഫ്ലൂയിഡ് വെലോസിറ്റി അറ്റ് എനി ഗിവൺ പോയിന്റ് വിത്തിൻ ദ സിസ്റ്റം. ഓക്കെ, അതാണ് അവിടെ നടക്കുന്നത്. റാൻഡം ഫ്ലക്ച്വേഷൻ ഓഫ് ഫ്ലൂയിഡ് വെലോസിറ്റി അറ്റ് ഗിവൺ പോയിന്റ് വിത്തിൻ ദ സിസ്റ്റം. ഓക്കെ, ഇപ്പോൾ ഈ പറഞ്ഞ ടർബുലൻ്റ് ഫ്ലോയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പോയിന്റ് ഫ്ലക്ച്വേറ്റ്സ് കണ്ടിന്യൂസ്ലി ഇൻ ത്രീ ഡയറക്ഷൻ പറയുമ്പോൾ എക്സ് വൈ സെഡ് ആ രീതിയിൽ 3 ഡയറക്ഷനിൽ ഈ പറഞ്ഞ മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലിക്വിഡ് മൂവ്സ് ഇൻ വൺ ഡയറക്ഷൻ ഡിപ്പെൻഡ് അപ്പോൺ ദി ഡൊമെയിൻ കമ്പോണൻറ്റ്. ഓക്കെ, അപ്പോൾ ലിക്വിഡിൻ്റെ ആ മൂവ്മെൻറ്റ് മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡൊമെയിൻ കമ്പോണൻറ്റിൻ്റെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് ഇതിൽ നടക്കുന്നത് മൂവ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ടർബുലൻ്റ് ഫ്ലോ മെയിനായിട്ട് ഹൈലി ഇഫക്റ്റീവ് മെക്കാനിസം ഫോർ മിക്സിങ്ങിൻ്റെ മെയിനായിട്ടുള്ള ഒരു മെക്കാനിസമാണ് ടർബുലൻ്റ് ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ വേറൊരു രീതിയിൽ നമുക്കിതിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടർബുലൻ്റ് ഫ്ലോ എങ്ങനെ നടക്കുന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ സീൻ ആസ് എ കോമ്പോസിറ്റ് ഓഫ് എഡ്ഡീസ് ഓഫ് വേരിയസ് എഡ്ഡീസ് എന്ന് പറയുന്നുണ്ട്. എഡ്ഡീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ വാട്ടറിൻ്റെ സ്മോൾ പാക്കറ്റ്സിനാണ് എഡ്ഡീസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് വാട്ടറിൻ്റെ സ്മോൾ പാക്കറ്റ്സ് അതൊരു കോൺസെപ്റ്റ് പോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ആ സ്മോൾ പാക്കറ്റ്സിൻ്റെ ഒരു മൂവ്മെൻറ്റാണ്. അപ്പോൾ എഡ്ഡീസ് ഓഫ് വേരിയസ് സൈസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എഡ്ഡീസ് ഡിഫൈൻഡ് ആസ് എ പോർഷൻ ഓഫ് ഫ്ലൂയിഡ് മൂവിങ് ആസ് എ യൂണിറ്റ് ഇൻ എ ഡയറക്ഷൻ. ഒരു യൂണിറ്റായിട്ട് അല്ലെങ്കിൽ ഒരു മനസ്സിലായില്ലേ, ഒരു പാക്കറ്റ് പോലെ അല്ലെങ്കിൽ ഒരു യൂണിറ്റായിട്ട് മൂവ് ചെയ്യാം. ഓക്കെ, യുണൈറ്റഡ് ആയിട്ട് മൂവ് ചെയ്യാം. ഓക്കെ, ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യാം. ആ രീതിയിൽ നടക്കുന്നത് എഡ്ഡീസ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ എഡ്ഡീസ് എന്ന് പറയുമ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലാർജ് എഡ്ഡീസ് ടെൻ ടു ബ്രേക്ക് അപ്പ് ഫോമിങ് എഡ്ഡീസ് ഓഫ് സ്മോളർ സൈസ്. ഓക്കെ, അപ്പോൾ വലിയ ലാർജ് ടൈപ്പിലുള്ള എഡ്ഡീസ് ഉണ്ടായിരിക്കും. അത് ഇതേപോലെ എന്താ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ സ്മോൾ എഡ്ഡീസായിട്ട് മാറും. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ വലുപ്പം ആ ബൾക്ക്നെസ് കുറയും. ഓക്കെ, അപ്പോൾ ബ്രേക്കപ്പ് ഫോമിങ് എഡ്ഡീസ് ഓഫ് സ്മോളർ സൈസ് അണ്ടിൽ ദേ ആർ നോ ലോങ്ങർ ഇൻ എ ഡിസ്റ്റിങ്വിഷബിൾ മാനർ. ഓക്കെ, അപ്പോൾ അതങ്ങനെ ലയിച്ച് അതിലില്ലാതെ ആവുന്ന രീതിയിൽ. ഓക്കെ, അതാണ് ഈ പറഞ്ഞ ടർബുലൻ്റ് മിക്സിങ്ങിൽ വരുന്ന മെയിൻ ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ വേറെ പറയാവുന്ന കാര്യങ്ങൾ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി, അതിൻ്റെ ഒരു തോത്. ഓക്കെ, അതും ഇതിൽ നമുക്ക് മെൻഷൻ ചെയ്യാവുന്ന കാര്യമാണ് ഇൻറ്റൻസിറ്റി. ഓക്കെ, അപ്പോൾ ഇൻറ്റൻസിറ്റി വിച്ച് ഈസ് റിലേറ്റഡ് ടു ദി വെലോസിറ്റി വിത്ത് വിച്ച് എഡ്ഡീസ് മൂവ്. ഓക്കെ, അപ്പോൾ എഡ്ഡീസ് മൂവ് ചെയ്യുന്ന ആ വെലോസിറ്റിയും റിലേറ്റഡ് ആണ്. ഇൻറ്റൻസിറ്റി ഇതുമായി റിലേറ്റഡ് ആണ്. ഓക്കെ, ഇറ്റ്സ് ഇൻറ്റൻസിറ്റി വിച്ച് ഈസ് റിലേറ്റഡ് ടു ദി വെലോസിറ്റി വിത്ത് വിച്ച് എഡ്ഡീസ് മൂവ്. അപ്പോൾ അത് അഡീഷണൽ ആയിട്ടൊരു ഫീച്ചറാണ്. അപ്പോൾ അഡീഷണൽ ഫീച്ചർ ഓഫ് ടർബുലൻ്റ് ഫ്ലോ ഈസ് ഇറ്റ്സ് ഇൻറ്റൻസിറ്റി. ഓക്കെ, ഇറ്റ്സ് ഇൻറ്റൻസിറ്റി വിച്ച് ഈസ് റിലേറ്റഡ് ടു ദി വെലോസിറ്റീസ് വിത്ത് വിച്ച് എഡ്ഡീസ് മൂവ്. ഓക്കെ, എഡ്ഡീസ് ഇപ്പോൾ നേരത്തെ പറഞ്ഞാണ്. എഡ്ഡീസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ വാട്ടറിൻ്റെ ഒരു എന്താ പറയുക ഒരു പാക്കറ്റ് പോലത്തെ സംഭവമാണ്. ഓക്കെ, അതായത് ഈ പറഞ്ഞ പോർഷൻ ഓഫ് എ ഫ്ലൂയിഡ് അത് ഫ്ലൂയിഡ് മാത്രമല്ല വിച്ച് ഈസ് മൂവിങ് ആസ് എ യൂണിറ്റ്. ഓക്കെ, ഒരു യൂണിറ്റായിട്ട് മൂവ് ചെയ്യുക ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ. അതാണ് എഡ്ഡീസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഈ പറഞ്ഞ ടർബുലൻ്റ് ഫ്ലോയിൽ നമ്മൾ ഉദ്ദേശിക്കേണ്ട അല്ല ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ. അടുത്തതായിട്ട് വരുന്നത് ലാമിനാർ ഫ്ലോ അല്ല, ലാമിനാർ മിക്സിങ് എന്ന് പറയുന്നത്. ലാമിനാർ മിക്സിങ് എന്ന് പറയുമ്പോൾ പറയുന്നെങ്കിൽ രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടു ഡിസിമിലർ ലിക്വിഡ്സ്, അതാണ് ത്രൂ ലാമിനാർ ഫ്ലോ. ലാമിനാർ മിക്സിങ് ഈസ് ദി മിക്സിങ് ഓഫ് ടു ഡിസിമിലർ ലിക്വിഡ്സ് ത്രൂ ലാമിനാർ ഫ്ലോ. ഓക്കെ, ആ രീതിയിലാണ് ലാമിനാർ മിക്സിങ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് എൻ്റെ ഒരു മെക്കാനിസം എങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ദ അപ്ലൈഡ് ഷിയർ സ്ട്രെച്ചസ് ദി ഇൻ്റർഫേസ് ബിറ്റ്വീൻ ദം. ഓക്കെ, അപ്ലൈഡ് ഷിയർ സ്ട്രെച്ചസ് ദി ഇൻ്റർഫേസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ
ഇവിടെ ഇപ്പോൾ ഒരു ലിക്വിഡ് ഉണ്ട്. ഇതൊരു ഒരു 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 എന്താ പറയുക, വാട്ടറിൻ്റെ ഒരു കോളാന്ന് വിചാരിക്കുക. വാട്ടർ മാത്രമല്ല, ഒരു ഒരു ചേമ്പർ. ഇവിടെ ഒരു ടൈപ്പ് ലിക്വിഡ് ഉണ്ട്, ഇവിടെ വേറെ ടൈപ്പ് ലിക്വിഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഈ സ്പേസിനെയാണ് എന്ത് പറയുന്നത്, ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഷിയർ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഷിയർ നമ്മളെങ്ങനെ അപ്ലൈ ചെയ്യാറ്, ബൈ യൂസിങ് ഈ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിക്സിങ് ഡിവൈസസ് ലൈക്ക് പാഡിൽ, ബാസ്ക്കറ്റ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഈ സ്റ്റിറർ ഒക്കെ വെച്ചിട്ട്. ഓക്കെ, അപ്പം ആ ഫോഴ്സാണ് എന്ത് ചെയ്യുന്നത്, ആ ഫോഴ്സ് അല്ലെങ്കിൽ ആ ഷിയർ സ്ട്രെച്ചസ് ദി ഇൻ്റർഫേസ് ബിറ്റ്വീൻ ഇതിൻ്റെ രണ്ടിൻ്റെ ഇൻ്റർഫേസിനെ സ്ട്രെച്ച് ചെയ്യുന്നു. അപ്പോൾ ആ രീതിയിലാണ് ഈ രണ്ട് കമ്പോണൻസ് അല്ലെങ്കിൽ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസിമിലർ ആയിട്ടുള്ള ലിക്വിഡ്സ് പരസ്പരം ഇൻട്രാക്ട് ചെയ്തിട്ട് അങ്ങനെ അത് മിക്സപ്പ് ആവുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇതിൽ മെക്കാനിസത്തിൽ പറയുന്നതിൽ ലെയേഴ്സ് ഫോൾഡ് ബാക്ക് അപ്പോൺ ദംസെൽഫ്സ്. ഓക്കെ, ലെയേഴ്സ് ഫോൾഡ് ബാക്ക് അപ്പോൺ ദംസെൽഫ്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ അതൊക്കെ നമ്മൾ മനസ്സിൽ കാണേണ്ടതാണ് അതിൻ്റെ ആ ഒരു മെക്കാനിസത്തിൽ. അതായത് വാട്ടറിൽ ഒരു ലെയർ പോലെ ഒക്കെ ഫോം ചെയ്തിട്ട് അത് ഫോൾഡ് ബാക്ക് ചെയ്യുന്നു ദംസെൽഫ്. അവർ തന്നെത്താൻ അത് ഫോൾഡ് ബാക്ക് ചെയ്യാവുന്നു. ദസ് ഇതേപോലെ നമ്പർ ഓഫ് ലെയേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ഈ വാട്ടറിൻ്റെ അല്ലെങ്കിൽ ലിക്വിഡിൻ്റെ നമ്പർ ഓഫ് ലെയേഴ്സ് അതിനോട് ആനുപാതികമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ എന്താ സംഭവിക്കുകയാണെങ്കിലും ഇൻ്റർഫേഷ്യൽ ഏരിയ ബിറ്റ്വീൻ ദം ആൾസോ ഇൻക്രീസസ്. ഓക്കെ, എക്സ്പൊണൻഷ്യലി. അപ്പോൾ ഇൻ്റർഫേഷ്യൽ ഏരിയ കൂടുന്നു അതിനോട് എക്സ്പൊണൻഷ്യലായിട്ട്. ദെൻ എന്താ പറയുകയാണെങ്കിൽ മിക്സിങ് may also results in a simple stretching of the fluid layers without any significant folding action. ഓക്കെ, അതാണ് നടക്കുന്നത്. ഓക്കെ, ദെൻ ഇതിൻ്റെ ഒരു ഇതാണ് ഇതിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളിൽ ഓർത്ത് വയ്ക്കുക. അതായത് ഈ ഇൻ്റർഫേഷ്യൽ ഏരിയയിൽ വരുന്ന സ്ട്രെച്ച്, ആ ഇൻ്റർഫേഷ്യൽ ഏരിയയിൽ വരുന്ന സ്ട്രെച്ച്. ഓക്കെ, അത് എങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ബൈ അപ്ലൈയിങ് ഷിയറാണ്. ഓക്കെ, ദെൻ ഈ പറഞ്ഞ പോലെ layers fold back themselves. Okay, then interfacial area increase ചെയ്യുന്നു ബിറ്റ്വീൻ ദം. ദെൻ ആൾസോ ഇൻക്രീസ് എക്സ്പെൻഷ്യലി വിത്ത് ടൈം വെച്ചിട്ട് അത് കൂടുന്നത് ടൈമിനോട് ആനുപാതികമാണ്. ഓക്കെ, ദെൻ അതാണ് അവിടെ വന്നത്. അപ്പോൾ ഇതാണ് ഈ 3 കാര്യങ്ങൾ ഓർക്കുക. ഇതാണ് ലാമിനാർ മിക്സിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, ഫർദർ കൂടുതലായി പോകുന്നൊക്കെ ഉണ്ടായിരിക്കട്ടെ. ദെൻ വരുന്നതാണ് മോളിക്യുലാർ ഡിഫ്യൂഷൻ. അത് ഒരു മോളിക്യുലാർ ലെവലാണ്. അതിൻ്റെ കാര്യങ്ങൾ മോളിക്കുലർ ലെവലിലാണ് അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, മിക്സിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മോളിക്കുലർ ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോൾ ഫിക്സ് ലോ വെച്ചിട്ടാണ് നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുക. ഫിക്സ് ലോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ആണ് അറ്റ് ഡിഫറെൻറ്റ് റീജിയൻ. അപ്പോൾ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. ഓക്കെ, ഇപ്പോൾ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ആണ് ഗ്രേഡിയൻ്റ് അറ്റ് ഡിഫറെൻറ്റ് റീജിയൻ. ഓക്കെ, റീജിയൻ അല്ലെങ്കിൽ റീജിയൻസ്. ഓക്കെ, ദെൻ ഇവിടുത്തെ ഫിക്സ് ലോനെ ബേസ് ചെയ്തിട്ടാണ്. ഫിക്സ് ലോ ബേസ്ഡാണ് ഈ മോളിക്കുലർ ഡിഫ്യൂഷൻ. മോളിക്കുലർ ലെവലിൽ ഫിക്സ് ലോ ബേസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് ഡിക്രീസ് ചെയ്യുന്നു വിത്ത് ടൈം ആൻഡ് റീച്ചസ് 0. ഓക്കെ, അപ്പോൾ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് സമയത്തിനോട് അനുപാതികമായിട്ട് സമയം കൂടുന്തോറും കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് കുറഞ്ഞു വരും. ഓക്കെ, കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് കുറഞ്ഞു വരും. ഓക്കെ, ദെൻ ഒരു പർട്ടിക്കുലർ സമയം എത്തുമ്പോഴേക്കും അത് 0 ആവും. ഓക്കെ, ദെൻ അത് റീച്ചസ് 0. അത് എപ്പോഴാണ് 0 ആവുന്നതെങ്കിൽ മിക്സിങ് കംപ്ലീറ്റ് ആകുമ്പോൾ. ഓക്കെ, മിക്സിങ് കംപ്ലീറ്റ് ആകുമ്പോൾ അത് 0 ആവും. അപ്പോൾ ആ അവസ്ഥേനെ നമ്മൾ പറയുന്നതാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയും. ഇക്വിലിബ്രിയം കണ്ടീഷൻ ഈസി. ഓക്കെ, അപ്പോൾ അവിടെ അതാണ് നടക്കുന്നത്. അപ്പോൾ മോളിക്കുലർ ഡിഫ്യൂഷൻ ആൻഡ് ലാമിനാർ ഫ്ലോ ഒക്കെ സൈമൾട്ടേനിയസ്ലി അത് ഒന്ന് ഇടപെട്ടിട്ട് പരസ്പരം നടക്കുന്നുണ്ട്. ഓക്കെ, മോളിക്കുലർ ഡിഫ്യൂഷൻ റെഡ്യൂസസ് ദി ഷാർപ്പ് ഡിസ്കണ്ടിന്യൂറ്റീസ് അറ്റ് ദി ഇൻ്റർഫേസ് ബിറ്റ്വീൻ 2 layers. ഓക്കെ, അപ്പോൾ
അതിലോട്ടൊന്നും പോകണ്ട. നിങ്ങൾ ഈ കാര്യങ്ങൾ മാത്രം ഓർത്ത് വയ്ക്കുക. ഈ പറഞ്ഞ മോളിക്കുലാർ ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോൾ മോളിക്കുലാർ ലെവലിൽ സംഭവിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മിക്സിംഗ് ആണ്. അത് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നടക്കുന്നത് അറ്റ് ഡിഫറെൻറ്റ് റീജിയൻസ്. അപ്പോൾ ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷൻ ആ രീതിയിൽ ഇങ്ങനെ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതിനോട് സൈമൾട്ടേനിയസ്ലി ഇതേപോലെ നടക്കുന്നതാണ് ലാമിനാർ ഫ്ലോയും. ഓക്കെ, അപ്പോൾ അത് രണ്ട് പരസ്പര ബന്ധത്തിൽ ചെയ്തു പോകുന്ന ഒരു മെക്കാനിസമാണ്. ഓക്കെ, ദെൻ ഈ പറഞ്ഞ പോലെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് എങ്കിൽ ആ കോൺസെൻട്രേഷൻ ലെവൽ സമയം കൂടുന്തോറും കുറഞ്ഞ് വരും. പിന്നെ ഒരു സമയം എത്തുമ്പോഴേക്കും അത് 0 ആയിട്ട് മാറും. ഓക്കെ, ആ അവസ്ഥനെയാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പം രണ്ട് റീജിയൻ, ഇപ്പോൾ ഇത് എ എന്ന് പറഞ്ഞ റീജിയൻ, ഇത് ബി എന്ന് പറഞ്ഞ റീജിയൻ. ഓക്കെ, സ്വാഭാവികമായിട്ടും എ എന്നുള്ള പോർഷൻ ഇവിടെ വളരെ കൂടുതലാണ്, ബി എന്നുള്ള പോർഷൻ കുറവാണെന്ന് വിചാരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് എ എന്നുള്ള പോർഷൻ ബിയിലോട്ട് എത്തുന്നു, അതേപോലത്തെ ബി എന്നുള്ള പോർഷൻ ഇതിലോട്ടും വരുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇവിടെയാണ് കൂടുതൽ കോൺസ്റ്റൻ്റ് ഉള്ളത് കൊണ്ട് അത് സ്വാഭാവികമായിട്ടും ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഓക്കെ, പിന്നെ ഒരു സമയം നമ്മൾ ടൈം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ടൈം നമ്മൾ കൗണ്ട് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ ആദ്യം 0 ടൈമിൽ ഇവിടെ എയുടെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിരിക്കും. ഓക്കെ, 0 ടൈമിൽ. പിന്നെ സമയം കൂടുന്തോറും ഇപ്പോൾ ഒരു 2 hours എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ ആഫ്റ്റർ ഒരു 2 hour ശേഷം സ്വാഭാവികമായിട്ട് എന്താ ഈ എ ബി എന്നുള്ള ഡിഫറെൻറ്റ് കമ്പോണൻ്റ് ആയിരിക്കില്ല, പകരം എ ബി എന്നുള്ള ഒരൊറ്റ യുണീക്കായിട്ടുള്ള ഒറ്റ കമ്പോണൻ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ആ അവസ്ഥയ്ക്കാണ് ഇക്വിലിബ്രിയം എത്തുക. അപ്പോൾ ഇക്വിലിബ്രിയം ആകുമ്പോൾ കംപ്ലീറ്റ് മിക്സിങ് നടന്നിട്ടുണ്ടായിരിക്കും. അതാണ് കംപ്ലീഷൻ ഓഫ് മിക്സിങ് സംഭവിക്കുമ്പോഴാണ് അവിടെ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ അച്ചീവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് മോളിക്കുലാർ ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്, മോളിക്കുലാർ ഡിഫ്യൂഷൻ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ മിക്സിങ് ബൾക്ക് ട്രാൻസ്പോർട്ട്, ദെൻ ടർബുലൻ്റ് മിക്സിങ്, ദെൻ ലാമിനാർ മിക്സിങ്, ദെൻ മോളിക്കുലാർ diffusion. Okay, that's all about different mechanisms of liquid mixing. Okay.